ലൈറ്റിൻ്റെ അനുഗ്രഹമായ ഒരു യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായി കണ്ട കാഴ്ചകളിലൂടെയാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ജീവികളും ഓരോ മൃഗങ്ങളും ഓരോ കൃഷി തലങ്ങളുമൊക്കെ വ്യത്യസ്തമായ തലങ്ങളിലൂടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ജീവിത മേഖലകൾ ചേക്കേറുമ്പോൾ മനുഷ്യജീവിതവും ഇതുപോലൊക്കെയാണ്. അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഒക്കെ അവരുടെ ജീവിതങ്ങളെ യാത്ര നടത്തുമ്പോൾ അതൊക്കെ ദൈവാനുഗ്രഹമായി ഒരുക്കപ്പെടുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൻ്റെ ആയിട്ടുള്ള യാമങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിലേക്കുള്ള യാത്ര പലപ്പോഴും ദുഷ്കരങ്ങളും പ്രയാസകരവും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോഴും അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാക്കി ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ സ്വർഗത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൊള്ളലിൻ്റെ അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ ഒക്കെ ഉണ്ടാവും. നിറഞ്ഞ് കവിയുന്ന ഒരു മനോഭാവത്തോടു കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിതയാത്ര ചെയ്യുവാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ഈ യാത്ര മടുപ്പില്ലാതെ തളർന്നു പോകാതെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ കടമയിൽ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണതയോടെ ചെയ്യുവാൻ സാധിക്കുവാൻ തക്കവിധം ഓരോ മക്കളുടെ ജീവിതങ്ങളിൽ കൂടുതൽ ദൈവാനുഗ്രഹം നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതം ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. കൂടെ ആരുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ നേരിടുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വളരേണ്ട അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, ചേർത്ത് പിടിച്ചവർ, അകന്നു പോയ അവസ്ഥകൾ, അപ്പോൾ അവിടെയൊക്കെ ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ നേരിടാനുള്ള ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടൽ, അകക്കാമ്പ് ബലപ്പെട്ട് കഴിയുമ്പോൾ, ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ ജീവിക്കണമെന്നുള്ള വലിയ അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ കരഞ്ഞുപോയ ജീവിതത്തിൽ പുതിയ പച്ചപ്പുകൾ ഉണ്ടാകുവാൻ തക്കവിധം ജീവിതത്തിൻ്റെ യാത്രകൾ മുന്നോട്ട് പോകുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും. ആ യാത്ര എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവമാക്കി മാറ്റുവാൻ, ആ യാത്ര എന്ന് പറയുന്നത് കുറേ കൂടി അനുഗ്രഹത്തിൻ്റെ പച്ചപ്പാക്കി മാറ്റുവാൻ, ആ യാത്ര എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ അനേകർക്ക് ഫലം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ഫലം നൽകുന്ന ജീവിതങ്ങളാക്കി മാറ്റുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കണം. ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പച്ചപ്പിൻ്റെ അനുഭവങ്ങൾ ജീവിതമായിരിക്കുന്ന തലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചൂട് കടന്നു വരുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു കരിഞ്ഞുപോയ ജീവിതാവസ്ഥകൾ, ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള ഏങ്ങലിൻ്റെ അനുഭവങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരും.